വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു കപ്പ അവിയൽ ഉണ്ടാക്കിയാലോ? ഈ കപ്പ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ കപ്പയാണ്. അപ്പോൾ കപ്പ പുഴുങ്ങിയപ്പോഴത്തേനും കപ്പ കുറച്ച് മിച്ചം വന്നപ്പോഴത്തേനും അത് കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനൊരു അവിയൽ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ സാധാരണ അവിയൽ വയ്ക്കത്തില്ലേ, അതുപോലെ തന്നെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി. ഇത് വെന്ത കപ്പയാണ്. ഉപ്പൊക്കെ ഇട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കത്തില്ലേ, അങ്ങനെ വെന്ത കപ്പയാണ്. അപ്പോൾ ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി. ഇത് നമുക്ക് ചിപ്സായിട്ട് ഉപ്പേരി വറുക്കത്തില്ലേ നമ്മൾ, അതുപോലെ തന്നെ ഇത് എണ്ണയ്ക്കകത്തിട്ട് ഉപ്പേരി വറുക്കാനും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ അരിഞ്ഞെടുക്കുമ്പോഴത്തേനും ഇതിൻ്റെ നടുക്കൊരു നാരുണ്ട് കേട്ടോ കപ്പയുടെ, അതങ്ങ് എടുത്ത് കളയണേ. അല്ലെങ്കിൽ അത് നമ്മൾ വേവിച്ച് അരപ്പൊക്കെ ഇട്ട് ഇളക്കി കഴിയുമ്പോഴത്തേനും അത് നമുക്കിങ്ങനെ കടിക്കും. ഇനി നമുക്ക് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടുപ്പത്ത് വയ്ക്കണം. ഞാനൊരു പാനിനകത്ത് ഇട്ട് കൊടുത്തു. ലേശം വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചു. ഉപ്പ് ഞാൻ ഇതിലുണ്ട് ഉപ്പ്, എങ്കിലും ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു, കാന്താരിമുളക് ഇട്ട് കൊടുത്തു, പിന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ ജീരകവും ഒരു 2-3 വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ച് കൊണ്ടുവന്നാൽ മതി. നമുക്കിനി ഇതിൻ്റെ കപ്പയുടെ മൂടിയൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് നോക്കി വെന്തിട്ടുണ്ട്. വെന്തതായിരുന്നു എങ്കിലും ഒന്നും കൂടെ ഒന്ന് ആവി കയറണമല്ലോ. ഇനി നമുക്ക് ആ അരപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് ആ അരപ്പൊക്കെ ഒന്ന് വേകട്ടെ. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം. അരപ്പൊക്കെ വെന്തിരിപ്പുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ അതിൽ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് ഇളക്കിയെടുക്കുക. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകരുത്. അവിയലിൻ്റെ അതേ പരുവത്തിൽ നമുക്കങ്ങ് ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ ഇട്ട് വിരവി കഴിക്കാനായിട്ട് വേറെ കറിയൊന്നും വേണ്ട. നല്ലതായിട്ടൊന്ന് ചൂട് ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ബാക്കി വരുന്ന കപ്പയൊക്കെ പുഴുങ്ങിയതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബായ്.